നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാനൊരു മലേഷ്യൻ യാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. എമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. എയർ ഏഷ്യയുടെ ബോയിങ് 320 ഫ്ലൈറ്റാണത്. എല്ലാ ദിവസവും രാത്രി 12:05 തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട് ഏകദേശം 4 മണിക്കൂർ യാത്ര ചെയ്ത് മലേഷ്യൻ സമയം രാവിലെ 7:10 കോലാലംപൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. നമ്മുടെ ഇന്ത്യൻ സമയം നോക്കുമ്പോഴത്തേക്ക് ഒരു 2.5 മണിക്കൂർ പിന്നിലാണ് നമ്മൾ. ഇപ്പോൾ കോലാലംപൂരിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണ്. കൃത്യസമയം തന്നെ ഏകദേശം 7 മണിയായി കോലാലംപൂർ സമയം. നമ്മൾ ഇന്ത്യൻസിനിപ്പോൾ മലേഷ്യയിലേക്ക് വരാനായിട്ട് വിസ പ്രോസസ്സിംഗ് ഒന്നുമില്ല. ഒരു ഡിജിറ്റൽ അറൈവൽ കാർഡ് എടുക്കണം. മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറഞ്ഞിട്ട് യാത്ര പുറപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് ഓൺലൈൻ വഴി നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ ഡിജിറ്റൽ അറൈവൽ കാർഡ് കിട്ടും. എമിഗ്രേഷൻ പ്രോസസ്സൊക്കെ വളരെ ഈസിയാണ്. നമ്മൾ എമിഗ്രേഷനിലേക്ക് ചെല്ലുക, ഈ ഡിജിറ്റൽ അറൈവൽ കാർഡ് കാണിക്കുക, അപ്പോൾ തന്നെ അവർ സീൽ ചെയ്ത് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയും. ഇത് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2 ആണ്. ഇവിടെ നിന്ന് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റുകൾ മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബാക്കി ഫ്ലൈറ്റുകളൊക്കെ ടെർമിനൽ 1 നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ വലിയൊരു എയർപോർട്ടാണ് ഈ ടെർമിനൽ 2 എന്ന് പറയുന്നത്. അതിനുള്ളിൽ മാളും ഫുഡ് കോർട്ടും ഷോപ്പിംഗ് ഏരിയയും ഒക്കെ ആയിട്ട് വലിയൊരു എയർപോർട്ടാണ്. ഇവിടെ നിന്ന് കോലാലംപൂർ സെൻട്രലിലേക്ക് പോകാനായിട്ട് ഒരു അരമണിക്കൂർ ഇടവിട്ട് ബസ്സുണ്ട്, സ്കൈ ബസ്. അപ്പോൾ നമുക്ക് ഈ എയർപോർട്ട് എക്സിറ്റിൻ്റെ അവിടെ തന്നെ ടിക്കറ്റ് എടുക്കാൻ കഴിയും. ഒരാൾക്ക് 12 റിങ്കറ്റാണ് റേറ്റ് വരുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് നോക്കുമ്പോൾ ഏകദേശം 250 രൂപയോളം വരും. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ ഞങ്ങൾ കോലാലംപൂർ സെൻട്രലിലേക്കുള്ള യാത്രയിലാണ്. ഏകദേശം കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി തന്നെയാണ് മലേഷ്യയും. നമ്മുടെ നാട്ടിലെ തെങ്ങ് പോലെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് എണ്ണപ്പനകളാണ്. ഈ റോഡിൻ്റെ 2 വശത്തും ഫുള്ള് എണ്ണപ്പനകളാണ് പാം ഓയിൽ നിർമ്മിക്കാനായിട്ട്. പാം ഓയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യവും മലേഷ്യയാണ്. ഏകദേശം 1 മണിക്കൂർ വേണം എയർപോർട്ടിൽ നിന്ന് കോലാലംപൂർ സെൻട്രലിലെത്താൻ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കോലാലംപൂർ സെൻട്രലിലെത്തി. അവിടെ നിന്ന് ഒരു കാറിൽ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ ഉള്ളൊരു സുഹൃത്ത് തന്നെയാണ് ഞങ്ങളുടെ താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് ഇനി അടുത്ത 3 ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അടുത്ത 3 ദിവസം പുള്ളി നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാനുകളുണ്ട്. സിറ്റി കാണുക, അടുത്ത ദിവസം ജൻറ്റിങ് ഹൈലൻഡിലേക്ക് പോവുക, അങ്ങനെ കുറച്ച് പ്ലാനുകൾ. എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഏകദേശം ഒരു 10,000 രൂപയായിട്ടുള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് മലേഷ്യ വന്ന് തിരിച്ചു പോകാനായിട്ട്. നമുക്കൊരു 25,000 രൂപ ഉണ്ടെങ്കിൽ മലേഷ്യ സുഖമായിട്ട് കാണാം. പ്രത്യേകിച്ച് പാക്കേജിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 3 nights 4 days പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കോലാലംപൂർ കണ്ട് തിരിച്ചു വരാം. അതിന് കൃത്യമായൊരു പ്ലാൻ വേണം. പ്രത്യേകിച്ച് പാക്കേജിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു പ്ലാൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കൃത്യമായൊരു ഐറ്റ്നറി ഉണ്ടാക്കി തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് മലേഷ്യയിലെ ചൈന ടൗൺ.